സമീപിക്കേണ്ട രീതി എങ്ങനെയാണ് അതുപോലും പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ബ്ലൂ ഫിലിമിന്റെ കേസറ്റ് കൊണ്ടുവന്ന് വീട്ടിനകത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ ചെയ്യണമായിരിക്കെ ഈ കാണുന്നത് പോലെയൊക്കെ ചെയ്യണം എന്ന് നിർബന്ധിപ്പിക്കുന്ന കുത്തരിഞ്ഞ ലൈംഗികതയുടെ 21ാം നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് വെളിച്ചമായി മാറുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ലാ യഖവഹദുകും വലംറഅതിഹി കമാ തഖഉൽ ബഹീമ. ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് മേലെ കയറേണ്ട പോലെ അവ രണ്ടും ലൈംഗികമായ ഇച്ഛകൾ തീർക്കുന്ന പോലെ മനുഷ്യ നീ എങ്ങനെയായി മാറരുത്? ആരോട്? മനുഷ്യരോട്, മനുഷ്യ സമൂഹത്തോട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ അതിന്റെ മുമ്പ് ഒരു റസൂലിനെ നിയോഗിക്കേണ്ടതാണ്. സ്വഹാബികൾ ചോദിച്ചു, നബി എന്താണ് റസൂൽ? റസൂലുള്ള പറഞ്ഞു, ഒരു ദൂതനെ നിങ്ങൾ നിയോഗിക്കണം. റസൂലുള്ള പറഞ്ഞു, അൽ ഖുബ്ലത്തു വൽ കലാം, ചുംബനവും സംസാരവുമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ താരമായി മാറുന്നത് എപ്പോഴാണ്? സമയം അവസാനിക്കുന്നു. വലിയ ഗൗരവമുള്ള വിഷയം ബാക്കി നിൽക്കുകയാണ്. തീർന്നില്ല. രണ്ടാം ഭാഗം വേണം നമുക്ക് പിന്നെ ഒരിക്കൽ പറയില്ല. നല്ലതോ ഞാൻ ഓടിച്ചു പോയാൽ പറയുന്ന ഭാഗം എവിടെ എത്തില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ് പറയുന്നത് ഒന്ന് വ്യക്തമായി പറയാം എന്ന് നമ്മൾ തീരുമാനിച്ചു. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാത്രമല്ല ഒരാൾ തന്റെ ഭാര്യയെ ശാരീരികമായി സമീപിക്കുമ്പോൾ അയാൾ ചെയ്യേണ്ടതെന്താ? ഖുൽ ബിസ്മില്ലാഹ്. ഖുൽ നിങ്ങൾ പറയണമെന്താ പറയേണ്ടത്? ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ ഫലം യുസമ്മി ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ ഇൻതവ ശൈത്താനു ഇലാ ഇഹ്ലീലിഹി, അവരുടെ ജനനേന്ദ്രിയ ഭാഗങ്ങളിലേക്ക് പിശാച് ഇറങ്ങി വരും. അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കണം. 3 മണിക്കൂർ 3 മണിക്കൂർ നല്ല സിനിമ കണ്ടു. ഓളും കണ്ടു, ഓനും കണ്ടു, അവളും കണ്ടു, അവനും കണ്ടു. എന്നിട്ട് പിന്നെ ആ സാഹചര്യത്തിൽ അങ്ങ് കിടന്നിട്ട് ലയിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ലോകത്തിന്റെ ഒരു മുസ്ലിം ഉമ്മത്തെ എനിക്കും നിങ്ങൾക്കും വെളിച്ചം കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ബിസ്മി ചൊല്ലാതെ നിങ്ങൾ ഭാര്യയെ സമീപിച്ചാൽ പിശാച് നിങ്ങളുടെ ജനനേന്ദ്രിയത്തിലേക്ക് ഇറങ്ങുമെന്നിട്ടോ തന്നോടൊപ്പം തന്റെ ഭാര്യയെ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും പിശാചെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആർക്കത് പറഞ്ഞു കൊടുക്കണേ? കേവലം പന്നിപ്പണിയുടെ രോഗാണുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത ചില സംഗതി അല്ലാഹുവേ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അപ്പോഴൊക്കെ നീ ആരാവുള്ളൂ? താരാവുള്ളൂ. അല്ലെങ്കിൽ എന്താവും? നിന്റെ ഭാര്യയെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയില്ല. ഭാര്യയെ സംതൃപ്തിപ്പെടുത്താതിന് ഞാൻ അതിന്റെ വശമൊക്കെ വേറെ പിന്നെ പറയണം. വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട. ഭാര്യയെ സംതൃപ്തിപ്പെടുത്താതിരുന്നാൽ വീട്ടിന്റെ അറയുടെ അകത്ത് തുടങ്ങും കശപിശ. അറയുടെ അകത്ത് കശപിശ തുടങ്ങിയാൽ പിന്നെ അതിങ്ങനെ വ്യാപിച്ച് ക്യാൻസറായി രണ്ടുപേരും പിരിയുന്നിടത്തേക്കെത്തി. ഒരു കുടുംബ ബന്ധം തകർന്നു. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അറിയോ? കുടുംബ ബന്ധം തകർക്കരാ, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കരാ. എന്തുകൊണ്ട്? മഹാനായ സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇബ്ലീസ് തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഞാൻ ആളുകളെ പിടിക്കുന്നത് മുഴുവൻ പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. എങ്ങനെ? സ്ത്രീകളിലൂടെ വ്യഭിചാരത്തിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വിരകളെ പിടിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാ പിന്നെ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാൻ ഇടവരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ പണി അവൻ തുടങ്ങുന്നത് എവിടെ അറിയോ? നമ്മൾ നമ്മളെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ പൂർണ്ണ രൂപം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് വയുഹല്ലിലു സലാസ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലും ചൊല്ലണം. എന്നിട്ട് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന ഫീമാ റസഖതനാ എന്ന് ചൊല്ലിയാവട്ടെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സമീപിക്കുന്നതെന്ന് ലോകത്തിന്റെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. അടുക്കള മുതൽ കൊട്ടാരം വരെ ഒരു കാര്യം പോലും വിട്ടുകളഞ്ഞിട്ടില്ലാതെ ലോകത്തെ പഠിപ്പിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.